എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CGL ടയർ 1 2024 ടയർ 1 ചോദിച്ച ഓരോ ഷിഫ്റ്റുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെപ്റ്റംബർ 10 നടന്ന ഷിഫ്റ്റ് 1 നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ഷിഫ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാണ് ചെയ്യാറ്. വളരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ക്വസ്റ്റ്യൻസും ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കുകളും അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കുകളും ചില ടോപ്പിക്കുകൾ 2-3 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് നല്ല ടോപ്പിക്കോ നല്ല ലോജിക്കോ ഉള്ള നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഒരേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നില്ല. പക്ഷേ എല്ലാ ഷിഫ്റ്റുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ CGL എക്സാമിൽ 2024 ചോദിച്ച എല്ലാ ഷിഫ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഒരു ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തതിന് ശേഷം എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടി നോക്കുക. അത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ. അപ്പോൾ നമുക്ക് കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷൻ തന്നെ നമുക്ക് 2 ടൈപ്പിൽ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഓരോ കോഡും എന്ത് റിലേഷൻ ആണെന്ന് പറഞ്ഞിട്ട് കുറേ ലെറ്റേഴ്സും അവർക്കിടയിലുള്ള ഏതെങ്കിലും 2 ലെറ്റേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ P മുതൽ T വരെയുള്ള ഇടയ്ക്ക് കുറേ ആൾക്കാരും അതിനിടയിൽ കുറേ കോഡുകളും തന്നിട്ടുണ്ട്. എൻ്റെ P എങ്ങനെ T റിലേറ്റ് ആവുന്നു, ഹൗ ഇസ് P റിലേറ്റഡ് ടു T എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും പറയുന്നത്, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നമുക്ക് 2ാമത്തെ ടൈപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു 3-4 ഓപ്ഷൻ, ഇതുപോലത്തെ ഓപ്ഷൻസ് തന്നിട്ടാണ് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ പീസ് ആൻഡ് ഓഫ് ടി ആയിട്ട് വരുന്ന ഏതാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ വരയ്ക്കാൻ നിൽക്കുന്നതിനേക്കാൾ എലിമിനേഷൻ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. പക്ഷേ എന്തുകൊണ്ട് ഞാൻ എലിമിനേഷൻ മെത്തേഡ് അധികം പ്രിഫർ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു മോഡൽ ക്വസ്റ്റനിൽ അത് ഞാൻ ഒരു കാര്യം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ റിലേഷൻ വരയ്ക്കണം. അപ്പോൾ P ഇൻറ്റു Q, അപ്പോൾ A ഇൻറ്റു B മീൻസ് A ഈസ് മദർ ഓഫ് B ആണ്. അപ്പോൾ P ഇൻറ്റു Q അപ്പോൾ എന്തായിരിക്കും, P ഈസ് മദർ ഓഫ് Q അല്ലേ. അടുത്ത Q പ്ലസ് R, അപ്പോൾ A പ്ലസ് B എന്ന് വെച്ചാൽ A ഈസ് ബ്രദർ ഓഫ് B ആണ്. അപ്പോൾ Q പ്ലസ് R അപ്പോൾ എന്തായിരിക്കും, Q ഈസ് ബ്രദർ ഓഫ് R. R ഡിവൈഡ് S, അപ്പം R ഡിവൈഡ് ബൈ A ഡിവൈഡ് ബൈ B എന്ന് വെച്ച് കഴിഞ്ഞാൽ A ഈസ് വൈഫ് ഓഫ് B എന്നാണ്. അപ്പോൾ R ഡിവൈഡ് ബൈ S എന്ന് വെച്ച് കഴിഞ്ഞാൽ R ഈസ് വൈഫ് ഓഫ് S എന്നാണ് അല്ലേ. R ഈസ് വൈഫ് ഓഫ് S. ലാസ്റ്റ് S മൈനസ് T ആണ്. A മൈനസ് B എന്ന് വെച്ചാൽ A ഈസ് ഫാദർ ഓഫ് B ആണ്. S മൈനസ് T, അപ്പോൾ S ഈസ് ഫാദർ ഓഫ് T എന്നാണ്. T ഇവിടെ വരും. അത് Tയുടെ ജെൻഡർ നമുക്ക് അറിയില്ല, പക്ഷേ ഇവിടെ പ്രശ്നമാണ്, ഹൗ ഇസ് P റിലേറ്റഡ് ഇതേ ചോദിച്ചിട്ടുള്ളൂ. എങ്ങനെയാണ് P Tക്ക് റിലേറ്റഡ് ആവുന്നത്. അപ്പം Pയുടെ ജെൻഡറാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് Tയുടെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ Tയുടെ അച്ഛനും അമ്മയും. ഓക്കെ, അപ്പോൾ Tയുടെ അമ്മയാണ് R, അമ്മയുടെ അമ്മയാണ് P എന്ന് പറയുന്നത്. മദേഴ്സ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഓപ്ഷനകത്ത് മദേഴ്സ് മദർ കിടപ്പുണ്ട്. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നമ്മൾ ആ റിലേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, കോഡ് കൺവേർട്ട് ചെയ്ത് വരയ്ക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് റിലേഷൻ എടുക്കാൻ അറിയാം. ബ്ലഡ് റിലേഷൻ നമ്മൾ ബേസിക് ടോപ്പിക്കാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ചെയ്യാനായിട്ട് അല്ലേ. കോഡ് കൺവേർട്ട് ചെയ്ത് റിലേഷൻ മനസ്സിലാക്കി അതൊന്ന് വരയ്ക്കുക എന്നുള്ളത് മാത്രം. ഇനി എലിമിനേഷൻ മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എലിമിനേഷൻ മെത്തേഡ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എലിമിനേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ജെൻഡറാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ ഹൗ ഇസ് P റിലേറ്റഡ് ടു T എന്ന് വെച്ച് കഴിഞ്ഞാൽ Pയുടെ ജെൻഡർ എന്താണെന്ന് നോക്കുന്നത് അല്ലേ. അപ്പോൾ Pയുടെ ജെൻഡർ നമ്മൾ നോക്കുമ്പോൾ P ഇൻറ്റു Q, നമ്മൾ നോക്കുന്ന സമയത്ത് A ഇൻറ്റു B എന്ന് വെച്ചാൽ A ഈസ് മദർ ഓഫ് B ആണ്. അപ്പോൾ P ഇൻറ്റു Q എന്ന് വെച്ചാൽ P ഈസ് മദർ ആണ്. അപ്പോൾ P ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ P ഒരു ഫീമെയിൽ ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓപ്ഷനകത്ത് ഫീമെയിൽ ഓപ്ഷൻ ഇല്ലാത്തതുണ്ടെങ്കിൽ, അത് മെയിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ സിസ്റ്റർ, മദർ, വൈഫ്, മദേഴ്സ് മദർ, ഇതെല്ലാം ഫീമെയിൽ ജെൻഡേഴ്സ് ആണ്. അപ്പോൾ അവിടെ എലിമിനേഷൻ വരുന്നില്ല. 2ാമത്തെ എലിമിനേഷൻ എന്താണ്, ജെൻഡർ വെച്ചുള്ള എലിമിനേഷൻ, ജനറേഷൻ ഗ്യാപ്പ് വെച്ചുള്ള എലിമിനേഷൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ P ഇൻറ്റു Q വരുന്ന സമയത്ത് A ഇൻറ്റു B മീൻസ് A ഈസ് മദർ ഓഫ് B ആണ്. അപ്പോൾ P ഇൻറ്റു Q ആകുമ്പോഴത്തേക്കും P ഈസ് മദർ ഓഫ് Q എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്നത് +1 എന്ന വാല്യൂ ആണ്. കാരണം മദർ എന്ന് പറയുന്ന ഒരു ജനറേഷൻ മുകളിലാണ് അല്ലേ. അപ്പോൾ Q പ്ലസ് R, അപ്പോൾ A പ്ലസ് B എന്ന് വെച്ചാൽ A ഈസ് ബ്രദർ ഓഫ് B ആണ്. അപ്പോൾ Q ഈസ് ബ്രദർ ഓഫ് R എന്ന് പറയുമ്പോൾ ഒരേ ജനറേഷൻ ആയിരിക്കും അല്ലേ. ഒരേ ജനറേഷൻ നമ്മൾ കൊടുക്കുന്നത് 0 വാല്യൂ ആണ്. കാരണം ഒരേ ജനറേഷൻ ആണല്ലോ, അവിടെ നമുക്ക് 0 വാല്യൂസ് ആയിരിക്കും കൊടുക്കുക. ഒരു ജനറേഷൻ മുകളിലാണെങ്കിൽ +1 കൊടുക്കും, ശേഷമാണെങ്കിൽ -1 കൊടുക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ R ഡിവൈഡ് ബൈ S എടുക്കുന്ന സമയത്ത് A ഡിവൈഡ് ബൈ മീൻസ് A ഈസ് വൈഫ് ഓഫ് B ആണ്. വൈഫും ഒരേ ജനറേഷൻ അല്ലേ, നമ്മൾ കൊടുക്കുക എന്താ 0 ആയിരിക്കും കൊടുക്കുക അല്ലേ. അടുത്ത S മൈനസ് T, A മൈനസ് B വെച്ചാൽ A ഈസ് ഫാദർ ഓഫ് B ആണ്. അപ്പോൾ S മൈനസ് T ഈസ് ഫാദർ ഓഫ് B. ഒരു ഫാദർ എന്ന റിലേഷൻ നമുക്ക് എന്താണ്, ഒരു +1 റിലേഷൻ ആണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ പി മുതൽ ടി വരെയുള്ള റിലേഷൻ, പിയും ടി നമ്മുടെ റിലേഷൻ, അപ്പോൾ പി മുതൽ ടി വരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് കിട്ടുന്നത് +2 എന്നാണ്. അതിനർത്ഥം പി ടിയേക്കാൾ 2 ജനറേഷൻ മുകളിലാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പി ടിയേക്കാൾ 2 ജനറേഷൻ മുകളിൽ. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരേ റിലേഷൻ ആയിരിക്കും, 0 വരണം അല്ലേ. അതുപോലെ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ജനറേഷൻ മുകളിൽ വരണം. വൈഫ് എന്ന് വെച്ചാലും ഒരേ ജനറേഷൻ 0 വരണം അല്ലേ. പക്ഷേ മദേഴ്സ് മദർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ എന്ന് പറയുന്നതാണ് 2 ജനറേഷൻ മുകളിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി ഇവിടെ എന്തുകൊണ്ട് ഞാൻ എലിമിനേഷൻ യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മളിത് എഴുതി വന്ന് അവസാനം നമുക്ക് കിട്ടുന്നത് 0 ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റൻ അത് നിങ്ങൾക്ക് ഇവിടെ +2 വരും 0 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക ഫൈനലി എഫക്റ്റീവ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 0 വരുമ്പോൾ സിസ്റ്ററും ഉണ്ട് വൈഫും ഉണ്ട്. സിസ്റ്റർ വന്നാലും 0 ആണ്, വൈഫ് വന്നാലും 0 ജനറേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ അതിൽ ഏതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ പറയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്നേന്ന് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോഡൽ ക്വസ്റ്റൻ ഞാൻ എപ്പോഴും വരയ്ക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്ത് നോക്കാം, പക്ഷെ അത് നോക്കിയിട്ട് അതല്ല കറക്റ്റ് ആൻസറിലേക്ക് പോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും വരയ്ക്കേണ്ടി വരും. അതാണ് ഞാൻ എലിമിനേഷൻ മെത്തേഡ് ഇതിൽ അങ്ങനെ പ്രിഫർ ചെയ്യാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം എളുപ്പമുള്ള മോഡൽ തന്നെയായിരുന്നു ചോദിച്ചിരുന്നത്. വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലോജിക് ഒന്നും ചോദിച്ചിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇവരെല്ലാം അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ് അല്ലേ. നമ്മൾ എന്താ ചെയ്യുക, ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ മാത്രം മതി നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും അല്ലേ. നിങ്ങൾ ലോജിക് ഒന്ന് കണ്ടുപിടിച്ച് ആൻസർ ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് 543 518 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര ഡിഫറൻസ് വരുന്നത്, 18 ആകുമ്പോൾ 5 23 അല്ലേ, 33 43 ഓക്കെ 25 വരുന്നുണ്ട് അല്ലേ, 25 വരുന്നുണ്ട്. അതുപോലെ 518 നിന്നും 495 പോകുന്ന സമയത്ത് അപ്പോൾ 5 18 5 23 വരുന്നുണ്ട്. 495 474 നമുക്ക് വരുന്ന സമയത്ത് 21 വരുന്നുണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് 19 വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാം അല്ലേ, ഇത് ഒരു 2 കുറഞ്ഞിട്ടാണ്, ഇതൊരു 2 കുറഞ്ഞിട്ടാണ്, ഇതൊരു 2 കുറഞ്ഞിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഒരു 2 കുറഞ്ഞിട്ടായിരിക്കും 17 ആയിരിക്കും അല്ലേ. അപ്പോൾ 455 നമ്മൾ 17 കുറയ്ക്കുകയാണ്, ഇതെല്ലാം കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത്. അപ്പോൾ 455 17 കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 445 ഒരു 7 പോകുന്ന സമയത്ത് എന്ത് കിട്ടും, 438 എന്ന ആൻസർ കിട്ടും അല്ലേ. 438 + 17 ആണ് എന്തെന്ന് പറയുന്നത് 455 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല, എളുപ്പമുള്ള ക്വസ്റ്റനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൂടുതലും നമുക്ക് ഈ സീരീസ്, കോഡിങ് ഡീകോഡിങ്, അനലോഗി, ഓഡ് വൺ ഔട്ട് ഇതുപോലത്തെ ടോപ്പിക്കുകളിലാണ് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യാൻ ചാൻസ് ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഓക്കെ, ഇത് ഈസി ഉള്ള ലോജിക് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരു അനലോഗി പാറ്റേൺ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 104 ഈസ് റിലേറ്റഡ് ടു 13 ഫോളോയിങ് എ സർട്ടൻ ലോജിക്, ഫോളോയിങ് ദ സെയിം ലോജിക് 136 is related to 17. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് 232 റിലേറ്റഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം 104ഉം 104ഉം 13ഉമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 136ഉം 17ഉമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനാൽ 232 ഏത് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മാക്സിമം ലോജിക്കുകൾ ഒരുപാട് ആലോചിച്ച് നോക്കണം, ഒരുപാട് ലോജിക്ക് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾ ലോജിക്ക് എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക, എന്നിട്ട് ആൻസർ എടുക്കാൻ പറ്റുമോ നോക്കുക. ഞാൻ എൻ്റെ ലോജിക്ക് ഒന്ന് പറയുകയാണ്. ഇപ്പോൾ 13 104 ആണ് അല്ലേ. അപ്പോൾ 8 എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു 8 എടുക്കുന്ന സമയത്ത് 80ഉം 24 104 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻറ്റു 8 എടുത്ത് നോക്കട്ടെ, 80ഉം 8 56 ആണ്, 136 വരുന്നുണ്ട്. അപ്പം ഇവിടെ ഉള്ള നമ്പറിനോട് ഇൻറ്റു 8 ചെയ്യുമ്പോഴാണ് നമുക്ക് 232 കിട്ടുക അല്ലേ. അതേത് നമ്പറാണ് വരുന്നത്, 232 ഡിവൈഡ് ബൈ 8 ചെയ്യുക. ഓക്കെ, ഇവിടെ എന്ന നമ്പറിനോട് ഇൻറ്റു 8 ചെയ്യുന്നതാണ് 232. അപ്പോൾ ഡിവൈഡ് ബൈ എന്താണ് 8 ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റു 8 ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 വരണമെങ്കിൽ ഏത് മാത്രമേ ഉള്ളൂ, 29 മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാണ്ട് ഓപ്ഷൻ ആൻസറിലേക്ക് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ 8 ഇൻറ്റൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 2 വരിക. ഇവിടെ ആകുമ്പോൾ 8 × 3 24, ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്നത്. ഇവിടെ 8 × 1 8, ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്നത്. ഇവിടെ 7 × 8 56, ലാസ്റ്റ് ഡിജിറ്റ് 6 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 232 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8 കൊണ്ട് നോക്കുന്ന സമയത്ത് 2 പ്രാവശ്യം 16, ബാക്കി എന്ത് വരും, 4 3 7 72 വരും. അപ്പോൾ 9 × 8 72, 29 എന്ന് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ലോജിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും. മാക്സിമം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന്
ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സിലോജിസം ആണ്. സിലോജിസം നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ്. എല്ലാ ഷിഫ്റ്റുകളിലും മിനിമം ഒരു മാർക്ക് ഞാൻ പറയാൻ കാരണം ചില ഷിഫ്റ്റുകൾ 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കും. ഇപ്പോൾ ഈ ഷിഫ്റ്റിൽ തന്നെ 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു സിലോജിസത്തിന്റെ. അപ്പോൾ സിലോജിസത്തിന്റെ കൺസെപ്റ്റും ബേസിക് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലോജിസത്തിന്റെ ക്വസ്റ്റൻ ചെയ്യാൻ പറ്റും. ബേസ് ക്ലിയർ ആക്കുക എന്നുള്ളത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങളൊരു എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം, ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം, എങ്ങനെയുള്ള അറ്റൻഡ് ചെയ്യാം. ഒരു ബേസ് ക്ലാസ്, ഒരു ബേസ് ഐ ഡി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ബേസ് ഐ ഡി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്ക് എന്താണ് ഈ ടോപ്പിക്കുകളെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടൈമിങ്ങിൻ്റെ കേസാണ്, അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവിടെ എന്തുണ്ട്, സെപ്പറേറ്റ് പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്, അതുപോലെ ഹയർ ലെവൽ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അവിടെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ ലാബ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും. ബേസിക് ക്ലാസ് വളരെ തറവായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതെല്ലാം കൺസെപ്റ്റ് ഓക്കെ ആയിട്ട് വരികയും ചെയ്യും. ഇല്ല നിങ്ങൾക്ക് ഓൺലൈനാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ട്, ഓൺലൈൻ ആപ്പിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എല്ലാ കോഴ്സിനും നമുക്ക് ക്ലാസ്സസ് ഇപ്പോൾ റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലാണെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഒരു ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പ്രാക്ടീസ് സെഷനിലൂടെ നമുക്ക് അതിനകത്ത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രാക്ടീസ് സെഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഫോൺ നമ്പറിൽ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് സിലോജിസം ആണ്. നമുക്കറിയാം സിലോജിസം നമ്മൾ വെൻ ഡയഗ്രം മെത്തേഡിലാണ് ചെയ്യുക അല്ലേ. വെൻ ഡയഗ്രം മെത്തേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുക. സം ബാഗ്സ് ആർ പേഴ്സസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. ഓക്കെ, ഓൾ പേഴ്സസ് ആർ വാലറ്റ്സ്. ഓക്കെ, ഓൾ പേഴ്സസ് ആർ വാലറ്റ്സ്. ഓൾ വാലറ്റ്സ് ആർ സാക്സ്. ഓക്കെ, വെൻ ഡയഗ്രം നമ്മൾ വരച്ചു. വെൻ ഡയഗ്രം കൃത്യമായിട്ട് വരയ്ക്കാനും റിലേഷൻ എടുക്കാനുമാണ് പ്രത്യേകിച്ച് നമ്മൾ സിലോജിസിൽ പഠിക്കുന്നത് അല്ലേ. ഫസ്റ്റ് ഓൾ പേഴ്സസ് ആർ സാക്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പേഴ്സസും സാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പേഴ്സസിന്റെ വെൻ ഡയഗ്രം ഇതാണ്, സാക്സിന്റെ വെൻ ഡയഗ്രം ഇതാണ്. ഓൾ പേഴ്സസ് ആർ സാക്സ് എന്താണ്, ഫോളോ ചെയ്ത് പോകുന്നതാണ് അല്ലെ. റിലേഷൻ അത് തന്നെയാണ് അല്ലെ. നമുക്ക് ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തില് സം വാലറ്റ്സ് ആർ ബാഗ്സ്. ഓക്കെ, സം വാലറ്റ്സ് ആർ ബാഗ്സ്. അപ്പോൾ ബാഗ്സും വാലറ്റ്സ് നമ്മൾ റിലേഷൻ നോക്കുകയാണെങ്കിൽ ബാഗ്സിന്റെ വെൻ ഡയഗ്രം ഇതാണ്, വാലറ്റ്സിന്റെ വെൻ ഡയഗ്രം ഇതാണ്. അവർ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സം പോർഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തമ്മിൽ റിലേഷൻ എന്ത് തന്നെയാണ്, സം റിലേഷൻ തന്നെയാണ്. സം ബാഗ്സ് ആർ വാലറ്റ്സ് എന്നും പറയാം, സം വാലറ്റ്സ് ആർ ബാഗ്സ് എന്നും പറയാം, രണ്ടും പറയാൻ പറ്റും നമുക്ക്. അവിടെ നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 കൺക്ലൂഷൻ അവിടെ ഫോളോ ചെയ്താണ് വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ബോത്ത് 1 and 2 ഫോളോ ഇതാ കിടപ്പുണ്ട്. ഒന്നാമത്തെ ആവശ്യം സിമ്പിൾ ആണ്. ലോജിക്ക് നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങളുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. സെയിം സിലോജിസിന്റെ തന്നെ ക്വസ്റ്റ്യൻ പിന്നീട് ഉണ്ടായിരുന്നു, ഞാനത് ഒരുമിച്ച് എടുത്തേ ഉള്ളൂ. ഓക്കെ, അടുപ്പിച്ച് കിടക്കുന്നില്ല. ഷിഫ്റ്റിലെ ഒരു ഷിഫ്റ്റിൽ ലാസ്റ്റും ഫസ്റ്റും ക്വസ്റ്റ്യൻ ഇടയ്ക്ക് കിടക്കും ചിലപ്പോൾ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോ ബെഞ്ച് ഇസ് ചെയർ. ഓക്കെ, നോ ബെഞ്ച് ഇസ് ചെയർ, നെഗറ്റീവ് റിലേഷൻ വരുന്നുണ്ട്. നോ ബെഞ്ച് ഇസ് ചെയർ. ഓൾ സോഫാസ് ആർ ബെഞ്ചസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓൾ സോഫാസ് ആർ ബെഞ്ചസ്. ഓക്കെ, അപ്പോൾ ബെഞ്ചസിനകത്തായിരിക്കും ആര് വരിക, സോഫ വരിക. ഓൾ സോഫാസ് ആർ ബെഞ്ചസ്. ഓൾ ടേബിൾസ് ആർ സോഫാസ് ഉണ്ട്. ഓക്കെ, ഓൾ ടേബിൾസ് ആർ സോഫാസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, വേണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നോ ടേബിൾ ഈസ് ചെയർ. ഫസ്റ്റ് കൺക്ലൂഷൻ എടുത്ത് നോ ടേബിൾ ഈസ് ചെയർ. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ബെഞ്ച് ഒന്നും ചെയർ അല്ല, നമുക്കറിയാം. ബെഞ്ച് ഒന്നും ചെയർ അല്ല വെച്ചാൽ ഇത്രയും പോർഷൻ ചെയർ അല്ല. ബെഞ്ച് ഒന്നും ചെയർ അല്ലെങ്കിൽ ബെഞ്ചിനകത്ത് ഇരുന്ന ടേബിൾ എന്താകത്തില്ല, ചെയർ ആകില്ല. ബെഞ്ചിനകത്ത് സോഫ എന്താകത്തില്ല, ചെയർ ആകത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം നോ ടേബിൾ ഈസ് ചെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത സം സോഫാസ് ആർ ചെയർ, അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താ, നമുക്ക് ബെഞ്ച് ഒന്നും ചെയർ അല്ലെന്നാണ് പറയുന്നത്. ബെഞ്ച് ഒന്നും ചെയർ അല്ലെങ്കിൽ അകത്തിരുന്ന സോഫ എന്താകത്തില്ല, ചെയർ ആകില്ല. നോ സോഫാസ് ആർ ചെയർ എന്നാണ് പറയുന്നത്. അപ്പോൾ സം സോഫാസ് ആർ ചെയർ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് ഓൾ ടേബിൾസ് ആർ ബെഞ്ചസ് അത് പറയാം. കാരണം ബെഞ്ചസിനകത്താണ് സോഫ വരുന്നത്. കാരണം ഓൾ സോഫാസ് ആർ ബെഞ്ചസ് ആണ്. സോഫയ്ക്ക് അകത്താണ് ടേബിൾ വരുന്നത്. ഓൾ ടേബിൾസ് ആർ സോഫാസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് ഓൾ ടേബിൾസ് ആർ ബെഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പറയാൻ സാധിക്കും. അപ്പം മൂന്നാമത്തെ ഫോളോ നമ്മുടെ ആൻസർ എന്തായിരിക്കും, ബോത്ത് 1 and 3 ഫോളോസ് അല്ലെങ്കിൽ ഓൺലി 1 and 3 ഫോളോസ് ദ ലാസ്റ്റ് ഓപ്ഷൻ.
ഓക്കെ, ഓൺലി 1 and 3 ഫോളോസ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പം സിലോയിസിന്റെ കേസിൽ വെൻ ഡയഗ്രം കൃത്യമായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എടുക്കാൻ പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നമ്മുടെ കോഡിങ്ങിന്റെ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കുക. നമ്മൾ നോർമലി കാണുന്ന കോഡിങ്ങിന്റെ ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസമുണ്ട്. നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് അവിടെ കാണും എന്നുള്ള കൺസെപ്റ്റ് ആണ് അല്ലേ. ഇപ്പം നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഇപ്പം കൗസും ഓയിലിയും തന്നിട്ടുണ്ട്, ഇതിനകത്തുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു വേർഡ് തന്നിട്ട് അതിനെ കോഡ് ചെയ്യാനാണ് പറയാറ്. പക്ഷെ ഇവിടെ ആക്ച്വലി അങ്ങനെ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ പ്രോപ്പറായിട്ട് സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് കറക്റ്റ് കറസ്പോണ്ടിങ് പൊസിഷനിലല്ല കിടക്കുന്നത്. ഇപ്പോൾ ഓ ദ ഇവിടെ കിടപ്പുണ്ട്, ഓ ഇവിടെയുണ്ട്, ഈ രണ്ടിലും ഓ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വരും. ഓക്കെ, പക്ഷെ രണ്ടിലും ഓയുടെ പൊസിഷനിൽ കൊടുക്കുന്ന നമ്പേഴ്സ് വേറെ. ഇവിടെ ഓയുടെ പൊസിഷനിൽ 9 കിടക്കുന്നത് അല്ലേ, ഇവിടെ ഓയുടെ പൊസിഷനിൽ 9 കിടക്കുന്നത്, ഇവിടെ ഓയുടെ ഫസ്റ്റ് പൊസിഷനാണ്, അവിടെ ആരാ കിടക്കുന്നത് 2 കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഓയ്ക്ക് രണ്ടിടത്തും സെയിം നമ്പർ അല്ല വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൗസിന്റെ കോഡ് 7935 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പർ ഉണ്ട്, പക്ഷെ ഓർഡറിലല്ല അത് കിടക്കുന്നത്, അതാണ് അർത്ഥം. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു സമയത്ത് ഓയിലി ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനും ഒരു ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നു, ആ ലെറ്റർ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓ എന്ന് പറയുന്ന ആ ലെറ്ററിന്റെ കോഡാണ് ചോദിച്ചത്. അപ്പം റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റർ തന്നെയാണ് ഓ, വേറെ ലെറ്റർ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഐ എല്ലും വൈയും ഇവിടെ സിയും ഡബ്ല്യു എസ് ആണ്, വേറെ ലെറ്റേഴ്സ് ഒന്നും റിപ്പീറ്റ് ചെയ്തില്ല. അതിനർത്ഥം ഈ കോഡുകളിലെ നമ്പേഴ്സിൽ ഒരു നമ്പർ മാത്രം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായിരിക്കും ഓട് കോഡ്. നമ്മൾ എന്താ പറയുക, സെന്റൻസ് വൈസ് കോഡിങ്ങിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, അതേ മോഡൽ തന്നെയാണ്. പക്ഷെ നമ്മളിത് കാണുമ്പോൾ പെട്ടെന്ന് പലരും ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ നമ്പർ കോഡിൽ പഠിക്കുന്നുണ്ട്, അതാണെന്ന് തെറ്റിദ്ധരിച്ച് ഓയുടെ കോഡ് പെട്ടെന്ന് എന്താണ് 9 എന്ന് പലരും എഴുതി വെക്കാറുണ്ട്. പക്ഷെ ഓയുടെ കോഡ് ഇവിടെ 9 അല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുവാണെങ്കിൽ ശ്രദ്ധിച്ചേക്കുക, സെയിം ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ സെയിം പൊസിഷനിൽ ആ ലെറ്റേഴ്സിന്റെ പൊസിഷനിൽ നമ്പർ കറക്റ്റ് ആയിട്ടുള്ള സെയിം റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല എങ്കിൽ അത് ഡിസോർഡർ ആയിട്ടാണ് നമ്പർ എന്നത് കിടക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന റെപ്പറ്റീഷൻ കൺസെപ്റ്റ് നോക്കണം. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആരാണ്, 5 ആണ്. നമ്മുടെ കൺഫ്യൂസ്ഡ് ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ മനഃപൂർവ്വം തെറ്റിക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തരിക. ഓക്കെ, കാരണം ഓപ്ഷൻ അത് 9 ഉണ്ട് കേട്ടോ, നമ്മൾ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ അവിടെ എന്താണ്, 5 ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോരുത്, ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് തന്നെ പോവാം. കോഡിങ്ങിന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു എന്താ പറയുക, ഓഡ് വൺ ഔട്ട് പോലത്തെ ഒരു ടൈപ്പാണ്. നമ്മുടെ നമ്പർ ബേസ്ഡ് അല്ലെങ്കിൽ നമ്പർ ലോജിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3 of the following number pairs are like in some manner എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 13 ഇതെല്ലാത്തിലും കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ പെയർ ഓഫ് ക്വസ്റ്റ്യൻസിലെല്ലാം ഇതെല്ലാം വന്നിട്ടുണ്ട്. ഇത് സെയിം സാധനം തന്നെയാണ് എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 13 എന്ന് പറയുന്ന നമ്പറായിട്ട് മാത്രമേ ഇത് പർപ്പസ് വർക്ക് ചെയ്യത്തുള്ളൂ. 1, 3 എന്നൊന്നും സ്പ്ലിറ്റ് ചെയ്ത് വർക്ക് ചെയ്യത്തില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എനിവേ 21 420 തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. 20 462 തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. 18 306 തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. 15 240 തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇത് ഇവർ നമ്മളെ റിലേഷനിൽ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്കിപ്പം പറയാൻ പറ്റുന്നത്, ഇവിടെ ഡേറ്റയ്ക്ക് അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 21 × 20 ആണെന്ന് പറയുന്നത് 420. ഇവിടെ നമ്പറും ഈ നമ്പറോട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആരോട് ഞാൻ പറയുന്നത്, 21 20യുടെ മൾട്ടിപ്ലൈ എന്നാണ് 420 എന്ന് പറയുന്നത്. അതുപോലെ 22 × 21 ആണ് എന്തെന്ന് പറയുന്നത് 462 എന്ന് പറയുന്നത് അല്ലേ. 22 × 2 ആവുന്ന സമയത്ത് 44, 440 വരും. ഇൻറ്റു പ്ലസ് 22, അപ്പോൾ 462 വരുന്നുണ്ട്, കറക്റ്റാണ്. ഓക്കെ, അതുപോലെ 18 × 17 ആണെന്ന് പറയുന്നത് 306 എന്ന് പറയുന്നത് അല്ലേ. 18 × 7 ആണോ, 18 × അല്ലേ 180 180 എത്രയാണ്, 56 70, 180 56 കറക്റ്റാണ് അല്ലേ. ഓക്കെ, 306 വരുന്നുണ്ട്, ലാസ്റ്റ് 6 വരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് 15 × 16 അല്ലേ, 160
80 240. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് നോക്കണം. ഇതെല്ലാം അടുത്തടുത്തുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ഫസ്റ്റ് നമ്പറിൽ നിന്നും ഒരു നമ്പർ കുറയുന്ന നമ്പറാണ് അല്ലേ? ഫസ്റ്റ് നമ്പറിൽ നിന്നും ഒന്ന് കുറയുന്ന നമ്പർ, ഫസ്റ്റ് നമ്പറിൽ നിന്നും ഒന്ന് കുറയുന്ന നമ്പർ. പക്ഷെ ഇവിടെ വരും ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഒന്ന് കൂടിയ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്ക് വരുന്ന ആരാണ്? 4th one ആണ്. ഇത് വേറെ രീതിയിലും പറയാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് കേസിൽ 21 സ്ക്വയർ മൈനസ് 21, അതുപോലെ രണ്ടാമത്തിൽ 22 സ്ക്വയർ മൈനസ് 22, 18 സ്ക്വയർ മൈനസ് 18, ലാസ്റ്റ് 15 സ്ക്വയർ പ്ലസ് 15 എന്നുള്ള ലോജിക്കലി വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയും പറയാം. ജസ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ എഴുതി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും രണ്ടും ഒരേ ലോജിക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാൻ പറ്റും. അടുത്തത് ജസ്റ്റ് ഓഡ് വൺ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ലെറ്ററിൻ്റെ കോമ്പിനേഷനാണ്. ടേബിളിൻ്റെ സഹായത്തോടെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഇനി ഒരു ആൻസറിലേക്ക് പോകാൻ പറ്റും. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഞാൻ എന്തായാലും ആൻസർ പറയാണ്, ടൈം കളയുന്നില്ല. ഡിയും എച്ചും കെയും, ഓക്കെ, ഡിയും എച്ചും കെ ഞാൻ നോക്കുന്ന സമയത്ത് ഡി കഴിഞ്ഞൊരു 4 ലെറ്റർ കഴിഞ്ഞിട്ട് എച്ച് വരുന്നു, എച്ച് കഴിഞ്ഞൊരു 4 ലെറ്റർ കഴിഞ്ഞിട്ട് എച്ച് കഴിഞ്ഞിട്ടൊരു 3 ലെറ്റർ കഴിഞ്ഞിട്ട് ആര് വരുന്നു? കെ വരുന്നു. ഓക്കെ, +4 +3 ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഡിന്ന് +4ഉം എച്ചിന്ന് +3 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, EIM നോക്കുവാണെങ്കിൽ EIM, ഓക്കെ, +4 IM അല്ലേ, +4 അല്ലേ, +4 എന്നാണ് വന്നിരിക്കുന്നത്. BFJ, BF വരുമ്പോഴത്തേക്കും +4, F എന്ന് ജെയിലേക്ക് വരും +4. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റി. അടുത്ത രണ്ടെണ്ണം നമുക്ക് +4 കിട്ടി. ഇപ്പം ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന +4 +3 ആയിരിക്കും. നോക്കാം, അതുകൊണ്ട് കൺഫേം ചെയ്ത് നോക്കാം. IM, ഓക്കെ, I 9 4 13, എമ്മിൻ്റെ കൂടെ 13 4 കൂടിയ 17 കറക്റ്റാ. IM Q. അപ്പോൾ ഇത് +4 ആണ്. ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാ? ഫസ്റ്റ് ഓപ്ഷനാണ്, DHK ആണ് ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ലോജിക്കാണ്. ടേബിളിൻ്റെ സഹായത്തോടെ നമുക്ക് ലെറ്റേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ പറ്റും, നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ? ഓക്കെ, അടുത്തതും ഒരു എന്താ പറയുക അനലോഗി മോഡൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു കോഡിംഗ് ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെയും ലെറ്റേഴ്സ് വെച്ചുള്ള റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ് ടേബിളിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ രണ്ടിനും നമ്മുടെ റിലേഷനും നമ്മുടെ റിലേഷൻ സെയിം ആയിരിക്കും. അതേ റിലേഷനിൽ വർക്കിന് വരുന്ന ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടേബിൾ നോക്കുക. അപ്പോൾ ബിയും സിയും ഞാൻ നോക്കുകയാണെങ്കിൽ ബി കഴിഞ്ഞ് +1 പൊസിഷൻ അല്ലേ, എയും സിയും ഞാൻ നോക്കുകയാണെങ്കിൽ എ കഴിഞ്ഞ് +2 പൊസിഷൻ, സിയും ബിയും ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു -1 പൊസിഷൻ, കെയും ഐയും ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു -2 പൊസിഷൻ. ഓക്കെ, ആദ്യത്തെ +1, രണ്ടാമത്തെ +2, അടുത്ത -1, അടുത്ത -2, അങ്ങനെയാണ് പോയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ടിയും യുവും ഞാൻ ടിയും യുവും നോക്കുന്ന സമയത്തെ +1, ഇയും ജിയും നോക്കുകയാണ് +2, എസും ആറും നോക്കുകയാണ് -1, ടിയും ആറും നോക്കുകയാണ് -2. പാറ്റേൺ കിട്ടിയാലോ? അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം +1 +2, അത് കഴിഞ്ഞിട്ട് -1 -2. അപ്പം ഇപ്പം W എടുക്കുന്ന സമയത്ത് +1, W +1 ആരാ വരിക? X ആ വരിക, ഫസ്റ്റ് ലെറ്റർ X ആ വരിക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഇതും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത രണ്ട് ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ Q സെയിം ആണ്, സെക്കൻഡ് ലെറ്റർ സെയിം ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെറ്റേഴ്സ് മാറ്റി നോക്കേണ്ട ആവശ്യമില്ല. തേർഡ് ലെറ്റർ നോക്കുക, തേർഡിലാണ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ തേർഡ് വരുന്ന -1, അപ്പോൾ 6 -1 ആരാ? Q ആണ്. 6 -1 Q ആണ്. ആൻസർ എന്തായിരിക്കും? 4th one ആയിരിക്കും. കണ്ടോ, എല്ലാം നോക്കി വെറുതെ എല്ലാം മാറ്റി ചെയ്തൊന്നും ഇല്ല. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് ഓപ്ഷൻ എന്തുകൊണ്ട് മെത്തേഡ് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അടുത്തതൊരു മിറർ ഇമേജ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദി ഗിവൺ ഫിഗർ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ റൈറ്റ് സൈഡ്. ഇവിടെ മിറർ വയ്ക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം റൈറ്റ് സൈഡിൽ മിറർ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മിറർ ഇമേജ് തന്നെയാണ്. ഹൊറിസോണൽ ആയിട്ടുള്ള മിറർ വരുമ്പോഴും വാട്ടർ ഇമേജ് ആവുന്നത് അല്ലേ? അപ്പോൾ ഇതൊന്ന് നോക്കിയേ നിങ്ങൾ. എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ എപ്പോഴും പറയുക ചെയ്യാനായിട്ട്. അല്ലേ, നമ്മൾ എന്താ ആദ്യം ചെയ്യാം? ആദ്യം ഓർഡർ നോക്കും. നമുക്കറിയാം മിറർ ഇമേജിന്റെ കേസിൽ ഓർഡർ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്ത് വരണം. അപ്പോൾ നമുക്കിവിടെ മിറർ ഇമേജ് വരുമ്പോൾ ആദ്യം ഏത് ലെറ്റർ വരണം? F വേണം ആദ്യം വരാനായിട്ട് അല്ലേ? F വേണം ആദ്യം വരാനായിട്ട്. നിങ്ങൾ നോക്കുമ്പം ഇതിൽ എല്ലാ ഓപ്ഷനിലും F തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷനിലെ F മാത്രം ഒരു വ്യത്യാസം, ബാക്കി മൂന്നും സെയിം ആയിരുന്നു. ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള മിറർ ഇമേജ് എന്ന് നോക്കണം. അപ്പോൾ എഫിന്റെ മിറർ ഇമേജ് ഇതാണ് കറക്റ്റ് എങ്കിൽ നമ്മുടെ ആൻസർ ഫൈനൽ ആൻസർ ഇത് തന്നെയായിരിക്കും, ബാക്കി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതല്ലെങ്കിൽ ബാക്കി മൂന്ന് ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം അല്ലേ? ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ F അതുപോലെ എഴുതി വെച്ചേക്കാണ് ഫസ്റ്റ് ഓപ്ഷനിൽ. അപ്പോൾ അതല്ല.
അപ്പൊ ബാക്കി മൂന്നിൽ ഏതോ ഒന്നാണ്. നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത ലെറ്റർ നോക്കും. തൊട്ടടുത്ത ലെറ്റർ നോക്കുന്ന സമയത്ത് ജി ആണ് അല്ലെ. അപ്പൊ ജി വരുന്ന സമയത്ത് ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നു, ഇത് ഡിഫറെന്റ് ആയിരുന്നു. അതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ള മിറർ ഇമേജ് ആണ് നോക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വരില്ല. കാരണം ഇതിൽ ഈ ഒരു പോർഷൻ താഴെ വന്നിരിക്കുകയാണ്. വാട്ടർ ഇമേജിലാണ് ഇങ്ങനെ കമന്ന് വരുന്നത് അല്ലെ, തലതിരിഞ്ഞ് വരുന്നത്. മിറർ ഇമേജിൽ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് സംഭവിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇതല്ല, നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അടുത്ത രണ്ടും സെയിം ആയിട്ട് വരുന്നു. നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും 2 ആ വരേണ്ടിയിരുന്നത്. കണ്ടോ, ഇവിടെ 3 ആ വന്നിരിക്കുന്നത്. നമ്മുടെ ആൻസർ ഏതായിരിക്കും? ദാ കഴിഞ്ഞു. ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആയിരിക്കും. അവിടെ നിങ്ങൾ നോക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ആൻസർ എന്തിനാ? 4th ഓപ്ഷൻ ആയിരിക്കും. കേട്ടോ, ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് മിറർ ഇമേജിന്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ടോപ്പിക്കാണ് മിറർ ഇമേജ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മിറർ ഇമേജിന്റെ 2 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, മിറർ ഇമേജിന്റെ 2 ക്വസ്റ്റ്യൻ ഈ ഷിഫ്റ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിറർ ഇമേജ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ കൂടുതലും ഫിഗർ ചോദിക്കാറില്ല. ഓക്കെ, ഇങ്ങനെ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്യൂബിന്റെ ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ഒന്ന് ആൻസർ പറഞ്ഞേ. ക്യൂബിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്കൊരു ലെറ്ററിന്റെ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന 2 വ്യൂവില് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അല്ലെ. തന്നിരിക്കുന്ന 2 വ്യൂവിൽ കോമൺ ആയിട്ട് ആരെങ്കിലും നോക്കിച്ചാൽ ഇവിടെ ആരാ കോമൺ ഉള്ളത്? എം ആണ് കോമൺ ആയിട്ട് വരുന്നത് അല്ലെ. എം കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഡറിൽ എഴുതുന്നു അല്ലെ. അപ്പൊ എമ്മിന്റെ വെച്ച് തുടങ്ങി എഴുതി കഴിഞ്ഞാൽ എം, അടുത്ത ആരാം? ടി, അത് കഴിഞ്ഞിട്ട് എ. ഇവിടെ വരുമ്പോഴത്തേക്കും എം പി എസ്. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിയുടെ ഓപ്പോസിറ്റ് പി ആയിരിക്കും, എയുടെ ഓപ്പോസിറ്റ് എസ് ആയിരിക്കും. എമ്മിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? റിമൈനിങ് ഉള്ള ലെറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എ ടി എം പി എസ് ആർ ആണ് എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിമൈനിങ് ഉള്ള ലെറ്റർ ഏതാണ്? അവിടെ ആറാണ്. അപ്പൊ എമ്മിന്റെ ഓപ്പോസിറ്റ് ആരാണ്? ആറാണ്. ഇത് നമുക്ക് എല്ലാവരുടെയും ഓപ്പോസിറ്റ് അടിക്കാൻ പറ്റും ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് ചോദിക്കുന്ന ആരാണ്? ഫേസ് ഓപ്പോസിറ്റ് വൺ ഹാവിങ് ആർ എന്നാണ് ചോദിക്കുന്നത്. ആറിന്റെ ഓപ്പോസിറ്റ് ആരാണ്? എം ആണ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 4th വൺ ആയിരിക്കും. കഴിഞ്ഞു. ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ എടുക്കുക. ഓക്കെ, അപ്പോൾ ക്യൂബ്സ് ആൻഡ് ഡൈസ് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മൾ 2 മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. സിംഗിൾ നമ്പർ അല്ലെങ്കിൽ സിംഗിൾ ലെറ്റർ സെയിം ആയിട്ട് വരുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. 2 ലെറ്റേഴ്സ് സെയിം ആയിട്ട് വരുന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നിലധികം വ്യൂസ് വരുവാണെങ്കിൽ, സോറി 2ലധികം വ്യൂസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓപ്പൺ ഡൈസ്, ഓപ്പൺ ക്യൂബിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഇത് നമ്മുടെ എന്താ പറയുക, 2 വ്യൂ അല്ലെങ്കിൽ 3 വ്യൂ തന്നിട്ട് ഒരു ലെറ്ററിൻ്റെയോ നമ്പറിൻ്റെയോ ഓപ്പോസിറ്റ് വരുന്ന ആളെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഈ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ ക്യൂബ്സ് ആൻഡ് ഡൈസിൻ്റെ ഉണ്ടായിരുന്നുണ്ടോ? ക്യൂബ്സിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എടുക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അവിടെ നമ്മൾ വെറുതെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ഓക്കെ, അടുത്തത് ഒരു നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പൊതുവേ നമുക്ക് ഇങ്ങനത്തെ ഫിഗറൊക്കെ വരുമ്പോഴത്തേക്കും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. ആക്ച്വലി ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മളതിൻ്റെ ബേസ് കൺസെപ്റ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് ഇതാ ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇത്രയും പോർഷൻ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനൊരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, ബേസ് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 2 3 4 2n എന്നൊരു ഫോമുല. അപ്പോൾ 2 × 4 8. അപ്പൊ ഈ ഒരു പോർഷനകത്ത് മാത്രം 8 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നമുക്കറിയാം. ബാക്കിയുള്ള ട്രയാങ്കിൾസ് നമ്മൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ട്രയാങ്കിൾസ് നിങ്ങൾ നോക്കണമെങ്കിൽ എളുപ്പമാണ്. ഇവിടെ വലിയതൊന്നുമില്ല. ഇതാ 1, ഇതൊരെണ്ണം, 2 3 4 5 6 7 8. 8 ട്രയാങ്കിൾസ് എക്സ്ട്രാ ഉണ്ട്. ഇത് കൂടാതെ ബാക്കി പുറത്തെ ട്രയാങ്കിൾ, വേറെ ഒരിടത്തും ട്രയാങ്കിൾ ഒന്നും വരുന്നൊന്നുമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ 8 ട്രയാങ്കിൾസ് എക്സ്ട്രാ വരുന്നത്. അപ്പം 8 8 നമുക്ക് എത്ര വരും? ടോട്ടൽ 16 ട്രയാങ്കിൾസ് ഉണ്ട്. നമ്മുടെ ആൻസർ എന്താ? 16 ആണ്. പലരും ധരിക്കുന്നത് ഇതൊക്കെ എണ്ണിയിട്ട് ഈ 4 എണ്ണം മാത്രമേ എണ്ണത്തുള്ളൂ പലരും. ഓക്കെ, പിന്നെ ഇവിടെ ഓപ്ഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 16 4 12 ഓപ്ഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പിന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ചിലരൊക്കെ 2 എണ്ണമോ കൗണ്ട് ചെയ്ത് ചിലപ്പോൾ 14 ഡൗട്ട് വന്ന് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിനൊരു ബേസ് ഉണ്ട്. ഈ ബേസ് വെച്ച് നമുക്ക് ഒരു മിനിമം വാല്യൂ കിട്ടും. പിന്നെ ബാക്കി വരുന്ന എക്സ്ട്രാ സാധനം മാത്രം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മെത്തേഡ് അല്ലേ. ഓക്കെ, കൗണ്ടിങ് ഫിഗേഴ്സ് ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ CGL എല്ലാ ഷിഫ്റ്റിലും കൗണ്ടിങ് ഫിഗേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. നമ്മൾ ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ആൽഫബറ്റ് ടെസ്റ്റ് ഒരു വേർഡ് തന്നിട്ട് അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കൺസെപ്റ്റ് ആണ്.
നമ്മൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിമിലർ എന്നൊരു വേർഡ് തന്നിട്ടുണ്ട് അല്ലെ, ഞാൻ ആ വേർഡ് നിന്ന് എടുത്ത് എഴുതുവാണ്. സിമിലർ. അതിനവർ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഈച്ച് ഫോളോവിങ് ഈച്ച് vowels in the word is similar in word in similar is changed the following letter in English alphabetical order. അതായത് നെക്സ്റ്റ് ലെറ്റർ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യണം. ആൻഡ് ഈച്ച് കൺസണൻസ് ഈസ് ചേഞ്ച് ടു ദ പ്രിസീഡിംഗ് ലെറ്റർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ. How many letters are there in the English alphabetical order between the letter which is second from the left hand and the third from the left hand? Okay, in the group of letters thus formed. Okay, വേറെ ഒന്നുമില്ല, നമുക്ക് ഇതിനകത്തുള്ള ലെറ്റേഴ്സിനെ അവർ എന്ത് വെച്ച് കഴിഞ്ഞാൽ വൗവൽസ് ആണെങ്കിൽ നെക്സ്റ്റ് ലെറ്റർ വെച്ചും കൺസണന്റ് ആണെങ്കിൽ തൊട്ട് മുന്നേ ലെറ്റർ വെച്ച് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ലെറ്റേഴ്സിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ടാമതിരിക്കുന്നതും ലെഫ്റ്റ് സൈഡിൽ നിന്ന് മൂന്നാമതിരിക്കുന്ന ലെറ്റേഴ്സിനും ഇടയിലുള്ള ആൽഫബറ്റിക്കൽ ഓർഡറിൽ എത്ര പേരിടയിൽ ഉണ്ടായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതിപ്പോൾ ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്നത് ഈ സിമിലർ വേർഡിന് എല്ലാ ലെറ്റേഴ്സിനെയും നമ്മൾ ഈ പറയുന്ന പോലെ മാറ്റാൻ നിൽക്കും. അങ്ങനെ മാറ്റണ്ട, കാരണം നമുക്കിവിടെ ആക്ച്വലി ആവശ്യം എന്താണ്? സെക്കൻഡ് ഫ്രം ദ ലെഫ്റ്റും തേർഡ് ഫ്രം ദ ലെഫ്റ്റും. ഐനെ എമ്മിനെയും മാത്രം മതി. അപ്പോൾ ഐനും എമ്മിനും ഇടയിലുള്ള ഐനെ എമ്മിനെയും ചേഞ്ച് വരുത്തിയതിന് ശേഷം കിട്ടുന്ന ലെറ്റേഴ്സിനിടയിലുള്ള ആൾക്കാരാണ് ചോദിക്കുന്നത്. ഐനെന്ന് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ എന്താണ്? നെക്സ്റ്റ് ലെറ്റർ വെച്ചല്ലേ, നെക്സ്റ്റ് ലെറ്റർ എന്നല്ലേ പറയുന്നത്? ദ ഫോളോവിങ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഐ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എന്താണ്? ജെ ആണ് അല്ലെ. ഐ കഴിഞ്ഞ് വരുന്ന ലെറ്റർ ജെ ആണ്. അടുത്ത എമ്മിന് മുന്നേ ഉള്ള ലെറ്റർ ആണ് അല്ലെ, എൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലെറ്റേഴ്സിനിടയിൽ എത്ര പേരുണ്ടെന്നാണ് ചോദിക്കുന്നത്. ജെയ്ക്കും കെ എല്ലിനും ഇടയിൽ എത്ര പേരുള്ളൂ? ജെ കെ എൽ അല്ലെ, അത്രേ ഉള്ളൂ. കെ മാത്രമേ ഉള്ളൂ അല്ലെ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എല്ലാ ലെറ്റേഴ്സിനൊന്നും മാറ്റി എഴുതാൻ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെല്ലാം അറേഞ്ച് ചെയ്തിട്ടില്ല, എന്താണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയിട്ട് വല്ലതും ചെയ്യാൻ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യാം, മുഴുവൻ മാറ്റേണ്ടി വരും. ഇവിടെ പക്ഷേ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെറുതെ സമയം കളയരുത് എക്സാമിന് പോകുമ്പോൾ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. ലെറ്ററിന്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ടേബിളിന്റെ സഹായത്തോടെ എങ്ങനെ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റർ സെയിം പോസ്റ്റിലുള്ള ലെറ്റേഴ്സ് നമ്മൾ കമ്പയർ നോക്കിയാൽ മതി അല്ലേ. ഇപ്പോൾ ഐയും എഫും സിയും ഇസഡും ഞാൻ കമ്പയർ നോക്കുകയാണ്. അപ്പോൾ ഐയും എഫ് ഞാൻ നോക്കുന്ന സമയത്ത് ഐയും എഫ് ഞാൻ നോക്കിയാൽ ഒരു -3 ആണ് അല്ലേ. എഫും സിയും ഞാൻ നോക്കുകയാണെങ്കിൽ -3 ആണ്. സിയും ഇസഡും ഇപ്പോൾ 1 2 3 -3 തന്നെയാണ്. അപ്പോൾ ഇസഡിന് ഒരു -3 ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ അല്ലേ. ഇസഡിന് -3 വെച്ചാൽ 1 2 3 ആരാ? ഡബ്ല്യു ആ. ഡബ്ല്യു ഇട്ട് തുടങ്ങുന്ന ആൻസർ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 1 3 കളയാം. ഓക്കെ, അതിൽ ലാസ്റ്റ് ലെറ്റർ ഉണ്ടോ? സെയിമാ. അപ്പോൾ നമ്മൾ ഇനി സെക്കൻഡ് ലെറ്റർ മാത്രം നോക്കിയാൽ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. സെക്കൻഡ് ലെറ്റർ നോക്കട്ടെ. സി കഴിഞ്ഞിട്ട് ഇയിലോട്ടാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ +2 കണ്ടോ. ഇ കഴിഞ്ഞിട്ട് ജിയിലേക്ക് +2, ജിന്ന് ഐയിലേക്ക് +2. അപ്പോൾ ഐ കഴിഞ്ഞ് +2 ആരാ വരുന്നത്? കെ ആ വരുന്നത് അല്ലേ. സെക്കൻഡ് ലെറ്റർ കെ ആ. അപ്പോൾ കെ വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ. ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇങ്ങനെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഫിഗർ സീരീസിനകത്ത് ആ ഒരു പാറ്റേൺ ചേഞ്ച്, ഇപ്പോഴുള്ള എല്ലാ എക്സാമിനും 2 ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് വളരെ സിമ്പിൾ ആയിരിക്കും, ഒന്ന് ഈ ഒരു മോഡലും ആയിരിക്കും. സിമ്പിൾ എന്ന് ഉദ്ദേശിച്ചത് ജസ്റ്റ് ഫിഗറിനെ ജസ്റ്റ് അതിന്റെ പൊസിഷനെ കറക്കിയും തിരിച്ചൊക്കെ വെക്കുന്ന ഒരു മോഡലാണ് ഒരെണ്ണം എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എടുക്കാത്തത്. ഇതാകുമ്പോൾ നമുക്ക് ഇതിന്റെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് കൂടുതലും. പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്യോ അല്ലെങ്കിൽ ഇവർക്ക് ചേഞ്ച് ലെറ്റേഴ്സിന്റെ നമ്പേഴ്സിനൊക്കെ ചേഞ്ച് വരികയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ അതിന്റെ പാറ്റേൺ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മൾ കുറച്ച് സമയം എടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് പാറ്റേൺസ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത ഷിഫ്റ്റുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഷിഫ്റ്റുകൾ തന്നെ പലപ്പോഴും ഇതേപോലെ ഇന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു, നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എക്സാം വരുന്ന സമയത്ത് അതേ പാറ്റേൺസോ അല്ലെങ്കിൽ അതുമായിട്ട് ചെറിയ റിലേഷൻ ഒക്കെ വരുന്ന പാറ്റേൺസ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, നിങ്ങൾ ആരും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ചേഞ്ച് നിങ്ങൾ നോക്കണം. ഈ 2 ആൾക്കാർ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോയി. ഇവരെ നേരെ പിടിച്ച് മുകളിലേക്ക് ഇട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീനെ എസിനെയും പിടിച്ചതാ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടിട്ടു, നേരെ താഴെ കൊണ്ടിട്ടു. ഈ പീനെ 7നെയും പിടിച്ചതാ എന്ത് ചെയ്തു? റൈറ്റിലേക്ക് കൊണ്ടിട്ടു. ഈ നടുക്കിരുന്ന ആൾ ചേഞ്ച് ആയി. നടുക്കിരുന്ന ആൾ പുതിയൊരു ലെറ്റർ ആയിട്ട് മാറി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. ഇതേ മാറ്റമാണ് ഇവിടെ വന്നത് നോക്കുമ്പോൾ അല്ല. കാരണം
നിങ്ങൾ നോക്കിയാൽ എസ് മുകളിലേക്ക് പോയി, പക്ഷേ സ്റ്റാർ ഇങ്ങോട്ടാണ് ചാടി. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എസ്സിന് ഇങ്ങോട്ട് തട്ടുകയും സ്റ്റാറിനെ ഇങ്ങോട്ട് തട്ടുകയും ചെയ്തു, 3നെ ഇങ്ങോട്ട് തട്ടി, 7നെ ഇങ്ങോട്ട് തട്ടി. കണ്ടോ, അവരെ 4 പേരെയും കോർണേഴ്സ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്, ജസ്റ്റ് കോർണർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ഇവരെ 3 പേര് കണ്ടോ, ഇവർ 3 പേരിൽ പീനെ പിടിച്ച് എന്ത് ചെയ്തു, ലെഫ്റ്റ് എൻഡിൽ കൊണ്ടെടുത്തു. അപ്പം PVN എന്നായി മാറി. ഇങ്ങനെ അവർ ചേഞ്ച് ചെയ്തത്. ഇനി അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ 7ഉം 3യും കണ്ടോ, ഇതാ മോളി വന്നാ കണ്ടോ, 7ഉം 3യും മോളി വന്നു. ഓക്കെ, എൻ്റെ പേര് സ്റ്റാർ എന്താ പിടിച്ചതാ ഇവിടെ ഇട്ടു, അത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറക്കി വെച്ചു. ഈ എസും ബിയും ഇതാ ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ചു കണ്ടോ, എസും ബിയും. എൻ്റെ നടുക്കിരുന്ന ആളെ എന്ത് ചെയ്തു, അവർ മാറ്റി. അതായത് ഇതും സെയിം ആണ്, ഇവിടെ രണ്ടിന് നടക്കുന്ന സെയിം പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് ആയിരിക്കും അടുത്ത സ്റ്റെപ്പിൽ നടക്കേണ്ടത്. മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരേ പാറ്റേൺ അല്ല, ഇവിടെ വരുന്നത് പാറ്റേൺ വ്യത്യാസമാണ്. ഞാനിപ്പം Y എന്ന് കൊടുക്കാം, ഇവിടെയും Y എന്ന പാറ്റേൺ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അവിടെ വരാനായിട്ട്. അപ്പൊ ആ പാറ്റേൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ എങ്ങനെയായിരുന്നു, ഈ 4 കോർണർ ഇരിക്കുന്ന ആളും ചേഞ്ച് ആവും. അതായത് N ഇവിടെ വരും, 7 ഇവിടെ വരും, 3 ഇവിടെ വരും, P ഇവിടെ വരും. എന്നിട്ട് എസിനെ പിടിച്ച് എന്ത് ചെയ്യും, ഈ N ഇടും. അപ്പൊ എസ് ഇവിടെ വരും, അടുത്ത നടക്കുന്ന സ്റ്റാർ വരും, അത് കഴിഞ്ഞിട്ട് I വരും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഏതെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഒന്നുകിൽ എലിമിനേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതാ ജസ്റ്റ് അവിടെ ഞാൻ വരച്ചു വെച്ചു, അത് നോക്കിയിട്ട് ആൻസർ ചെയ്യുന്ന എടുത്താൽ മതി. ഏതാ വരുന്നത്, ഓപ്ഷൻ 2 ആണ് വരുന്നത് അല്ലേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഇതായിരിക്കും. കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ സീരീസിന്റെ ആൻസറിലേക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. ഓക്കെ, സീരീസിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫിഗറിന് ജസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ, പാറ്റേൺ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ആ ക്വസ്റ്റിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് എന്നൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ലെറ്റർ സീരീസിന്റെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് എന്ന് പറയുന്നത്. പക്ഷേ റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസിൽ ഇതിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസിൽ 2 ടൈപ്പ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കി കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പും ഉണ്ട്, അല്ലാത്ത ടൈപ്പും ഉണ്ട്. ആക്ച്വലി ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലെറ്ററിന്റെ റെപ്പിറ്റീഷൻ ജസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ജസ്റ്റ് ഓരോ ഓപ്ഷൻ ഇട്ട് നോക്കി വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ ഇവിടെ D ഉണ്ട്, ഇവിടെയും D ഉണ്ട്. ഓക്കെ, D കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത് F കിടപ്പുണ്ട്. ഇവിടെ D കഴിഞ്ഞ് തൊട്ടടുത്ത് ആളില്ല, അപ്പൊ F വരാം അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കി F കിടപ്പുണ്ട്, Fന് മുന്നിൽ എന്ത് വരാം, D വരാം. ആ പാറ്റേൺ ഫോളോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ 3rd ലെറ്റർ ഇല്ല, അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ 3rd ലെറ്റർ H ആണ്, ഇവിടെ Dയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ 3rd ലെറ്റർ H എന്ന് പറയാൻ പറ്റും. ഇവിടെ D ഉണ്ട്, ഇതാ F ഉണ്ട്, അപ്പൊ അടുത്ത H ആകാം. അപ്പൊ ആ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യുന്നത് DFHIJOD, വീണ്ടും D വരെയാണ്. അടുത്തെന്തായിരിക്കും FHIJO, കണ്ടോ വീണ്ടും വരുന്നുണ്ടോ, DFHIJO DFHIJO ഉണ്ടോ, ഇങ്ങനെയാ വരുന്നത്. അപ്പൊ നമ്മുടെ എന്താ HFD നമ്മുടെ ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ 4 ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് ഡിവൈഡ് നോക്കാൻ പറ്റുന്ന കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോർഷനാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇവിടെ തീർന്നിരുന്നെങ്കിൽ നമുക്ക് എന്താണ്, ഈ നമ്പേഴ്സിന്റെ ടോട്ടൽ നമ്പർ ഒക്കെ എടുത്തിട്ട് നമുക്ക് 5ന്റെ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്നൊക്കെ നമുക്ക് മറ്റേ ഫാക്ടറൈസേഷൻ ഒക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല, കാരണം അവസാനം വന്നിട്ട് DF നിൽക്കുവാണ്. ഇതിന് ആക്ച്വലി ഇത് ഫുൾ ആയിട്ട് റിപ്പീറ്റ് ചെയ്താണ് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്താണ് റെപ്പറ്റീഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ റെപ്പറ്റീഷന്റെ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്, ചിലർ കൂടുതലും അങ്ങനെയാണ് പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മളിവിടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് റെപ്പറ്റീഷൻ കിട്ടത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നുകിൽ ഓപ്ഷൻ ബൈ മെത്തേഡ് നോക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് എന്താണ് അവിടെ നിന്ന് ഒരു റെപ്പറ്റീഷൻ, ഒരു ഫീൽ നമുക്ക് കിട്ടും. ആ റെപ്പറ്റീഷൻ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുത്ത് പോയാൽ മാത്രം മതി. ഓക്കെ, അടുത്തത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന ഏരിയ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അവർ പറയുന്നത് വിച്ച് 2 നമ്പേഴ്സ് നോട്ട് ഡിജിറ്റ്സ്, ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിജിറ്റ്സ് അല്ല, which 2 numbers should be interchanged to make the given equation correct എന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇതിനകത്ത് ഏത് നമ്പേഴ്സ് അവരെടുത്ത് പറയുന്നുണ്ട്, ഡിജിറ്റ്സ് അല്ല, നോട്ട് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏത് നമ്പേഴ്സ് എടുത്ത്, ഡിജിറ്റ്സ് മാത്രമായിട്ട് മാറ്റരുത്, നമ്പേഴ്സ് ഏതെടുത്ത് മാറ്റുമ്പോഴാണ് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആകുക. എന്ന് വെച്ചാൽ ഈ ഇക്വേഷൻ ഇപ്പൊ ബാലൻസ്ഡ് അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, നമുക്ക് ആക്ച്വലി എലിമിനേഷൻ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളത് ഡിവിഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 18 ഡിവൈഡഡ് ബൈ 4
എന്ന് കിടപ്പുണ്ട് അല്ലേ? 18/4 എന്ന് കിടപ്പുണ്ട്. അപ്പോൾ 18/4 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം 18 4 കൊണ്ട് നമുക്ക് പ്രോപ്പറായി ഡിവൈഡ് ചെയ്ത് പോവോ? ഇല്ല. ഉറപ്പായിട്ടൊരു പോയിന്റ് നമ്പർ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ഫ്രാക്ഷൻ ആയിട്ട് അത് വരിക. 18 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഈ 44 എന്നൊരു പ്രോപ്പർ നമ്പർ ആൻസർ ആയിട്ട് കിട്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു നമ്പർ മാറിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്നുകിൽ 4 മാറണം അല്ലെങ്കിൽ 18 മാറണം. നിങ്ങൾ നോക്കുക, 18 മാറുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. 18 മാറുന്നത് 22 വെച്ചാൽ 18 മാറ്റുന്നത്. 22 ഇവിടെ കൊണ്ടുവന്നാൽ 22/4 നമുക്ക് ഡിവൈഡ് ചെയ്ത് പറ്റുമോ? ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഇതല്ല. ഇവിടെ വരുമ്പോൾ 22 6 മാറ്റുന്നുള്ളൂ. 22 6 മാറിയിട്ട് കാര്യമില്ല, കാരണം ഇതിനകത്ത് എന്തായാലും 18 അല്ലെങ്കിൽ 4 മാറ്റിയാലേ നമുക്ക് എന്താ ഉള്ളൂ അവിടെ ഒരു നമ്പർ ഡിവൈഡ് ചെയ്ത് പോകുന്ന രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും 4 അല്ലെങ്കിൽ 18 മാറണം. 18 മാറുന്ന ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു, കാരണം 22 കൊണ്ട് വെക്കുന്നത്. അപ്പോൾ അതല്ല. അപ്പോൾ ഇത് രണ്ടിൽ ഏതോ ആണ്, അത് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 72 - 6 അതൊരു, കാരണം ഇത് മൊത്തത്തിൽ ചെയ്യാം, കാരണം ഇത് പ്ലസ് കഴിഞ്ഞിട്ട് ബാക്കിയൊരു ഡിവിഷൻ പോർഷൻ ഒരുമിച്ച് അടങ്ങുന്നത്. ഇത് ഡിവൈഡ് ചെയ്ത് മാറ്റാം, ഇത് എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് ഇവിടെ 2 4 അല്ലേ മാറുന്നത്, 4 2 മാറുന്നത്. ഇവർ രണ്ടുപേരും മാത്രം ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് 72 - 6. അപ്പോൾ 72 - 6 ആകുമ്പോഴത്തേക്ക് എന്താണ് 66 വരും. പ്ലസ് 18/2 അതേതാ 9 പ്ലസ് 17 മൈനസ് 22 × 4 വരുന്നത്. എത്രയാണ് വരുന്നത്? 88 എന്നാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് 66 9 എത്ര കിട്ടും? 75 വരും. 75 പ്ലസ് 17 75 85 92 92 മൈനസ് 88 എന്നാണ് വരുന്നത്. 44 വരുമോ? ഇല്ല. അപ്പം ഇതല്ല. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ലാസ്റ്റ് വൺ ആയിരിക്കും. ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇത് തന്നെയാണ്, എങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. 72 - 6 വരുമ്പോൾ 66 ആണ്. 6 ചേഞ്ച് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഓക്കെ, സോറി. ഇവിടെ അപ്പം 6ഉം 4ഉം ആണ് ചേഞ്ച് ചെയ്യുന്നത്, ഇതല്ല. ഓക്കെ, അപ്പം 6ഉം 4 ചെയ്യുന്ന സമയത്ത് 72 - 4 ആയിരുന്നു. അപ്പം എന്താ പറയുക 68 വരും അല്ലേ? 68 പ്ലസ് 18/6 ആണ്. എന്ത് വരും? 3 വരും. അതുപോലെ തന്നെ പ്ലസ് 17 മൈനസ് 22 × 2 ആണ് 44 വരും അല്ലേ? അപ്പോൾ 68 71 88 മൈനസ് 44 ആൻസർ എന്താ? 44 വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമുക്ക് എന്താണ് ഇതുപോലെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം ഇതുപോലെ നമുക്ക് ഇവിടെ ഇപ്പോൾ എലിമിനേഷൻ ചെയ്ത പോലെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്. ഓക്കെ, പക്ഷേ മറ്റൊരെണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് മാറ്റിയിട്ട് നമ്മൾ ഓരോ ഓപ്ഷൻ ഇട്ട് മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു 2024 സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ചത്, അതായത് സെപ്റ്റംബർ 10 ചോദിച്ച സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആദ്യം പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസ് ചോദിച്ചില്ല. അവിടെ മെറിമൈൻ്റെ 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ക്യൂബ് സാൻഡൈസ് 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, സീരീസ് 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റൻ ഞാൻ അധികം എടുത്തിട്ടില്ല. സിമ്പിൾ ലോജിക്ക് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഈ സെഷൻ കൊണ്ടുവന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ PYQ കാണുക. അതും കഴിഞ്ഞ വർഷം തന്നെ ചോദിച്ച PYQ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ചില ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് വരത്തുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ ക്ലിയർ ആക്കി എടുക്കുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.